നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2025 ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ദേശീയ തലത്തിലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഒറ്റ ക്ലാസ് കൊണ്ട് ഈ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 2 ക്ലാസ് കൊണ്ടായിരിക്കും ദേശീയ തലത്തിലും അതുപോലെ അന്തർദേശീയ തലത്തിലുമുള്ള ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പൂർത്തിയാക്കുന്നത്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷയരോഗ ചികിത്സാ രംഗത്ത് AI മരണപ്രവചന മാതൃക നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷയരോഗ ചികിത്സാ രംഗത്ത് AI മരണപ്രവചന മാതൃക നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തമിഴ്നാട് എന്നാണ്. എനിക്കറിയാം എന്താണ് AI മരണപ്രവചന മാതൃക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതൊന്നും അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലേ? തമിഴ്നാട്ടിൽ ക്ഷയരോഗ ബാധിതരുണ്ട്. ആ ക്ഷയരോഗ ബാധിതരിൽ ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ചിട്ടുള്ളത് ആർക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു? പ്രത്യേകം ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം. അതിന് നിർമ്മിത ബുദ്ധിയെ എന്ത് ചെയ്യുന്നു? ഉപയോഗപ്പെടുത്തുന്നു. AIയെ ഉപയോഗപ്പെടുത്തുന്നു. അതാണ് AI മരണപ്രവചന മാതൃക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ക്ഷയരോഗ ചികിത്സാ രംഗത്ത് ഒരു പ്രവർത്തനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. മലമുഴക്കി വേഴാമ്പൽ. നമുക്കറിയാം കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ മാത്രമല്ല അരുണാചൽ പ്രദേശിലെയും ഔദ്യോഗിക പക്ഷി ഏത് തന്നെയാണ്? മലമുഴക്കി വേഴാമ്പലാണ്. ഇവിടെ ഇപ്പോൾ കാര്യം അതല്ല. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് 2025 മലമുഴക്കി വേഴാമ്പലുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സംരക്ഷിത പ്രദേശം പ്രഖ്യാപിച്ച സംസ്ഥാനമുണ്ട്. ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അതും തമിഴ്നാടാണ്. ഈ അടുത്ത കാലത്ത് മലമുഴക്കി വേഴാമ്പലുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സംരക്ഷിത കേന്ദ്രം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തമിഴ്നാടാണ് എന്നുള്ളത് ഓർക്കണം. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. വരയാടുകൾ അല്ലെ? നമുക്കറിയാം ഇരവികുളം നാഷണൽ പാർക്കിലെ ഒരു പ്രധാനപ്പെട്ട ജീവി ഇനമാണ് ഏത്? വരയാടുകൾ എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ജീവി ഇനമാണ് വരയാടുകൾ. ആ വരയാട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൻ്റെ എന്താണ്? ഔദ്യോഗിക മൃഗം കൂടിയാണ്. ഏത്? വരയാടുകൾ അല്ലെ? ഈ അടുത്ത കാലത്ത് 2 സംസ്ഥാനങ്ങൾ ചേർന്ന് വരയാടുകളുടെ ഒരു സെൻസസ് നടത്തി. ഈ അടുത്ത കാലത്ത് 2 സംസ്ഥാനങ്ങൾ ചേർന്ന് വരയാടുകളുടെ ഒരു സെൻസസ് നടത്തി. ഏതൊക്കെ 2 സംസ്ഥാനങ്ങൾ ചേർന്നാണ് ഈ അടുത്ത കാലത്ത് വരയാടുകളുടെ സെൻസസ് നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് കേരളവും തമിഴ്നാടും ചേർന്നാണ്. കേരളവും തമിഴ്നാടും ഈ 2 സംസ്ഥാനങ്ങളിലാണ് വരയാടുകൾ ഉള്ളത്. അപ്പോൾ ആ കണക്കെടുപ്പ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരയാടുകളുള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിൽ മാത്രമല്ല വരയാടുകളുള്ളത്, എവിടെയും ഉണ്ട്? തമിഴ്നാട്ടിലുമുണ്ട്. അപ്പോൾ വരയാടുകൾ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമാണ്. ഈ അടുത്ത കാലത്ത് വരയാടുകളുടെ സെൻസസ് സംയുക്തമായിട്ട് നടപ്പിലാക്കിയത് കേരളവും തമിഴ്നാടും ചേർന്നാണ്. വരയാടുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ എവിടെയാണ്? കേരളത്തിലാണ്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഫ്ലെമിംഗോ പക്ഷികൾ അല്ലെ? ഫ്ലെമിംഗോ പക്ഷികൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഫ്ലെമിംഗോ പക്ഷികൾ എന്ന് പറയുന്നത് ദേശാടന പക്ഷികളാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ദേശാടന പക്ഷികളുടെ അല്ലെങ്കിൽ ഫ്ലെമിംഗോ പക്ഷികളുടെ വരവുമായി ബന്ധപ്പെട്ട് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അത് ഏത് സംസ്ഥാനമാണെന്ന് അറിയാം അല്ലെ? ഇന്ത്യയിൽ ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടപ്പിലാക്കി വരുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. ഇവിടെ ഇപ്പോൾ വേറൊരു കാര്യമാണ്. ഫ്ലെമിംഗോ പക്ഷികളുമായി ബന്ധപ്പെട്ട്
ഗ്രേറ്റർ ഫ്ലെമിംഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വന്യജീവി സങ്കേതം, ഗ്രേറ്റർ ഫ്ലെമിംഗോ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഫ്ലെമിംഗോ പക്ഷികളുമായി ബന്ധപ്പെട്ട് ഗ്രേറ്റർ ഫ്ലെമിംഗോ വന്യജീവി സങ്കേതം എന്ന് പറയുന്ന ഒരു പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതും തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ എവിടെയാണ് ഗ്രേറ്റർ ഫ്ലെമിംഗോ വന്യജീവി സങ്കേതം വരുന്നത് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടില് ധനുഷ്കോടിയിലാണ്. എവിടെയാണ്? തമിഴ്നാട്ടില് ധനുഷ്കോടി. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷകൾക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്റഗ്രൽ റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? അല്ലെ, റെയിൽ കോച്ചുകളൊക്കെ നിർമ്മിക്കുന്ന ഇന്റഗ്രൽ റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്, തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ പേരാമ്പൂർ എന്ന് പറയുന്ന സ്ഥലം, ചെന്നൈക്ക് അടുത്തുള്ള സ്ഥലമാണ് ഏത്? പേരാമ്പൂർ, അല്ലെ. അപ്പോൾ ഇന്റഗ്രൽ റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടില് പേരാമ്പൂരിലാണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനുകളൊക്കെ ഓടാനായിട്ട് തുടങ്ങാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ പവർ റെയിൽ കോച്ചുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായിട്ട് നടപ്പിലാക്കിയത് ഏത് റെയിൽ കോച്ച് ഫാക്ടറിയിലാണ് എന്ന് ചോദിച്ചാൽ ഇന്റഗ്രൽ റെയിൽ കോച്ച് ഫാക്ടറി പേരാമ്പൂർ, അല്ലെ. അപ്പോൾ ഹൈഡ്രജൻ പവർ ട്രെയിനുകൾ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ പവർ ട്രെയിനുകളുമായി ബന്ധപ്പെട്ട ഹൈഡ്രജൻ പവർ റെയിൽ കോച്ചുകൾ വിജയകരമായിട്ട് പരീക്ഷണം നടത്തിയ റെയിൽ കോച്ച് ഫാക്ടറി ഏതെന്ന് ചോദിച്ചാൽ ഇന്റഗ്രൽ റെയിൽ കോച്ച് ഫാക്ടറി അതെവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ചെന്നൈയിലെ പേരാമ്പൂരാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഇന്ത്യ ASEAN ക്രൂയിസ് ഡയലോഗ്. ഇന്ത്യ ASEAN ക്രൂയിസ് ഡയലോഗ്. നമുക്കറിയാം ASEAN എന്ന് പറയുന്നത് കുറച്ച് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ 10 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. അതിനകത്ത് ഇന്ത്യ അംഗമല്ല. ഇന്ത്യ ASEANൽ അംഗമാണോ എന്നൊരു ചോദ്യമാണ്. പക്ഷേ ഇന്ത്യ ASEANൽ എന്തല്ല? അംഗമല്ല. പക്ഷെ ASEANന്റെ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയെ പ്രത്യേക ക്ഷണിതാവായിട്ട് വിളിക്കാറുണ്ട്, അല്ലെ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയും ASEAN രാജ്യങ്ങളും തമ്മിൽ ഒരു ക്രൂയിസ് ഡയലോഗ് നടന്നു. എന്ന് പറഞ്ഞാൽ ഒരു ക്രൂയിസ് കപ്പലിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലെ അംഗങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് കുറച്ച് ചർച്ചകളൊക്കെ നടന്നു. അതാണ് ഇന്ത്യ ASEAN ക്രൂയിസ് ഡയലോഗ് എന്നറിയപ്പെടുന്നത്. ഇത് നടന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ ചെന്നൈയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യ ASEAN ക്രൂയിസ് ഡയലോഗ് ഒരു കപ്പലിൽ വെച്ച്, ക്രൂയിസ് കപ്പലിൽ വെച്ചിട്ട് ഈ അടുത്ത കാലത്ത് നടന്നു. അതെവിടെ വെച്ചാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ചെന്നൈയിൽ വെച്ചിട്ടാണ്. ആ കപ്പല് MV എംപ്രസ് എന്ന് പറയുന്ന കപ്പലാണ്. ഏതാണ്? MV എംപ്രസ്. അപ്പോൾ ഇന്ത്യ ASEAN ക്രൂയിസ് ഡയലോഗ് എവിടെ വെച്ച് നടന്നു? ചെന്നൈയിൽ വെച്ച് നടന്നു. ഏത് ക്രൂയിസ് കപ്പലിൽ വെച്ചിട്ടാണ് നടന്നത്? MV എംപ്രസ് എന്ന് പറയുന്ന ക്രൂയിസ് കപ്പലിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. ഈ അടുത്ത കാലത്ത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഒരു 12 കോട്ടകളുണ്ട്. 12 കോട്ടകൾ. പഴയ മറാത്ത സാമ്രാജ്യം, ആ മറാത്ത സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 12 കോട്ടകളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ 12 കോട്ടകൾ എന്ന് പറയുമ്പോൾ 11 കോട്ടകളും മഹാരാഷ്ട്രയിലാണ്. പക്ഷെ ഒരു കോട്ട തമിഴ്നാട്ടിലാണ്. ആ ഒരു കോട്ട വളരെ പ്രധാനപ്പെട്ട കോട്ടയുമാണ്. ഏതാണ് ആ കോട്ട എന്ന് ചോദിച്ചാൽ ജിങ്കി കോട്ട അല്ലെങ്കിൽ ജിഞ്ചി കോട്ട. അപ്പോൾ 2025 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ പഴയ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് 12 കോട്ടകളെ ഉൾക്കൊള്ളിച്ചു. ആ 12 കോട്ടകളിൽ ഒരു കോട്ട തമിഴ്നാട്ടിലാണ് ഇരിക്കുന്നത്. അത് വളരെ പ്രസിദ്ധമായ കോട്ടയാണ്. ആ കോട്ട ഏതെന്ന് ചോദിച്ചാൽ ജിങ്കി കോട്ടയാണ്. ജിങ്കി കോട്ട എവിടെയെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ആ കോട്ടയെ സാധാരണഗതിയിൽ പറയുന്നത്, പണ്ട് ബ്രിട്ടീഷുകാരനെ വിളിച്ചിരുന്നത് കിഴക്കിൻ്റെ ട്രോയ് എന്നാണ്. ട്രോയ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു കോട്ടയുണ്ട്. ഗ്രീക്ക് മിത്തുകളിലൊക്കെ ഉള്ള ഒരു കോട്ടയാണ് ട്രോയ് എന്ന് പറയുന്ന കോട്ട. അത് തുർക്കിയിലാണ്. ട്രോയ് എന്ന് പറയുന്ന കോട്ട എന്നുള്ളത് എവിടെയാണ്? തുർക്കിയിലാണ്.
അതായത് ഭേദിക്കാൻ പ്രയാസമുള്ള ഒരു കോട്ടയാണ്, തകർക്കാൻ പ്രയാസമുള്ള ഒരു കോട്ടയാണ് ഏത്? ഈ പറഞ്ഞ ട്രോയ് എന്ന് പറയുന്ന കോട്ട. അപ്പം അതുപോലെ ഭേദിക്കാൻ പ്രയാസമുള്ള ഒരു കോട്ടയാണ് ജിങ്കി കോട്ടയും. അങ്ങനെയാണ് അതിൻ്റെ വിലയിരുത്തൽ. അപ്പം അതുകൊണ്ട് കിഴക്കിൻ്റെ ട്രോയ് എന്നറിയപ്പെടുന്ന കോട്ടയും ഏതാണ്? ജിങ്കി കോട്ടയാണ്. ഇതെവിടെയാണ്? ഇത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ മറാത്ത ഭൂപ്രകൃതിയുടെ ഭാഗമായി അല്ലെങ്കിൽ പഴയ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന 12 കോട്ടകളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ 2025 ഉൾക്കൊള്ളിച്ചു. അപ്പം അതിലൊരു കോട്ടയാണ് ജിങ്കി കോട്ട. അതെവിടെയെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലല്ല, അത് തമിഴ്നാട്ടിലാണ്. കിഴക്കിൻ്റെ ട്രോയ് എന്ന് ആ കോട്ട അറിയപ്പെടുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഈ അടുത്ത കാലത്ത് ഗണേശ ഉത്സവത്തിന് സംസ്ഥാന ഉത്സവമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഈ അടുത്ത കാലത്ത് ഗണേശ ഉത്സവത്തിന് സംസ്ഥാന ഉത്സവമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അല്ലേ? ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. തമിഴ്നാടിൻ്റെ ദേശീയ ഉത്സവമാണ് ഏത്? പൊങ്കൽ. അതുപോലെ കർണാടകയുടെ ദേശീയ ഉത്സവമാണ് ദസറ. അതുപോലെ ആസാമിൻ്റെ ദേശീയ ഉത്സവമാണ് ബിഹു. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഏത് സംസ്ഥാനമാണ് ഈ അടുത്ത കാലത്ത് ഗണേശ ഉത്സവത്തിനെ ദേശീയോത്സവമായിട്ട് അവരുടെ സംസ്ഥാന ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് മഹാരാഷ്ട്രയാണ്. ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയാണ്, അല്ലേ? പണ്ട് ബാലഗംഗാധര തിലക്, നിങ്ങൾ ചരിത്ര ഭാഗത്ത് ചിലപ്പോൾ പഠിക്കും, ബാലഗംഗാധര തിലകാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ബാലഗംഗാധര തിലകാണ് മഹാരാഷ്ട്രയിൽ ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചത് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഗണേശോത്സവം. ഇനി അത് കഴിഞ്ഞിട്ട് ബാലഗംഗാധര തിലകിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു. 2025 ബാലഗംഗാധര തിലകിൻ്റെ പേരിൽ നൽകുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പുരസ്കാരമുണ്ട്. ആ പുരസ്കാരം 2025 ബാലഗംഗാധര തിലക് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ആർക്കാണ്? നിതിൻ ഗഡ്കരിക്കാണ്. അപ്പോൾ 2025 ബാലഗംഗാധര തിലകിൻ്റെ പേരിലുള്ള പുരസ്കാരം, BG തിലക് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ നിതിൻ ഗഡ്കരിക്കാണ്. നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് നിലവിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ദലാൽ സ്ട്രീറ്റ് ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ദലാൽ സ്ട്രീറ്റ് എന്തിന് പ്രസിദ്ധമാണ്? അവിടെയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. ദലാൽ സ്ട്രീറ്റ് എവിടെയാണ്? മഹാരാഷ്ട്ര, ബോംബെ, അല്ലേ? അവിടെയാണ് ഏതുള്ളത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളത്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചത് എന്നാണെന്നറിയാമോ? 1875 എന്ന് പറഞ്ഞാൽ 2025 ആവുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചിട്ട് എത്ര കൊല്ലമാവും? 150 കൊല്ലമാകും. അപ്പോൾ പരീക്ഷയുടെ ചോദ്യം ഇതാണ്, 2025 150 വർഷം പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെന്ന് ചോദിച്ചാൽ അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയെന്ന് ചോദിച്ചാൽ ബോംബെ ദലാൽ സ്ട്രീറ്റ്, ബോംബെയിൽ ദലാൽ സ്ട്രീറ്റിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. INS ഉദയഗിരി. INS ഉദയഗിരി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നാവികസേനയിലോട്ട് കമ്മീഷൻ ചെയ്ത പുതിയൊരു കപ്പലാണ്. നാവികസേനയിലോട്ട് ഉൾക്കൊള്ളിച്ച പുതിയൊരു കപ്പലാണ് INS ഉദയഗിരി. ഈ INS ഉദയഗിരി നിർമ്മിച്ചത് എവിടെയാണ് എന്നുള്ളതായിരിക്കും കുറച്ചുകൂടി നല്ല ചോദ്യം. മാസഗോൺ ഡോക്ക്. എവിടെയാണ്? മാസഗോൺ ഡോക്ക്. അതും ഒരു ചോദ്യമാണ്. മാസഗോൺ ഡോക്ക് എന്ന് പറയുന്നത് ഒരു കപ്പൽ നിർമ്മാണ കേന്ദ്രമാണ്. മാസഗോൺ ഡോക്ക് എന്ന് പറയുന്ന കപ്പൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ബോംബെയിലാണ്. അപ്പം അവിടെ 2 ചോദ്യങ്ങളുണ്ട്. 2025 ജൂലൈയിൽ ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത പുതിയ യുദ്ധ കപ്പൽ ഏതാണ് എന്ന് ചോദിച്ചാൽ INS ഉദയഗിരിയാണ്. INS ഉദയഗിരി നിർമ്മിച്ചത് ഏത് കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിലാണെന്ന് ചോദിച്ചാൽ മാസഗോൺ ഡോക്കിലാണ്. മാസഗോൺ ഡോക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബോംബെയിലാണ്.
ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് മറ്റൊരു കപ്പൽ നിർമ്മാണ കേന്ദ്രമാണ്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എവിടെയെന്ന് ചോദിച്ചാൽ അത് വിശാഖപട്ടണത്താണ്. ആന്ധ്രാപ്രദേശില് വിശാഖപട്ടണത്താണ് ഏതുള്ളത്? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ഉള്ളത്. അതേസമയം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എവിടെയാണ്? അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ്. അപ്പോൾ മാസഗോൺ ഡോക്ക് മുംബൈയിലാണ്, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് വിശാഖപട്ടണത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണ്. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത INS ഉദയഗിരി എന്ന് പറയുന്ന സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് യുദ്ധ കപ്പല് നിർമ്മിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ മാസഗോൺ ഡോക്കിലാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യത്തിലോട്ട് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം. ഇത് വേറെ രീതിയിൽ ഒരു പക്ഷേ മുമ്പ് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് അല്ലെങ്കിൽ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. എവിടെയാണ്? വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. അത് പറയുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം. ക്വാണ്ടം വാലി ടെക് പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് അല്ലെ. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിനകത്തുള്ള കണക്കൂട്ടലുകൾ കമ്പ്യൂട്ടിങ്ങിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന എന്താണ്? ബിറ്റുകളാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിൽ ബിറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ. അപ്പം ബിറ്റുകളുടെ സഹായത്താലാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്? അതിനകത്ത് കമ്പ്യൂട്ടിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പം അതിനകത്തൊരു പരിമിതിയുണ്ട്. ഒരു പരിധിയിലധികം കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റാതെ വരും. കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിന് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ആ പരിമിതിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് ക്വാണ്ടം സയൻസ് ആഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ലോകത്തെ എല്ലാ രാജ്യങ്ങളും. അതായത് കമ്പ്യൂട്ടിങ്ങിൽ ക്വാണ്ടം സയൻസിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ലോകത്ത് പൊതുവെ നടക്കുന്നത്. അപ്പോൾ ഈ ബിറ്റുകൾക്ക് പകരം ക്വാണ്ടം ബിറ്റുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റിയാൽ കമ്പ്യൂട്ടറിൻ്റെ പല പരിമിതികളെയും മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പറഞ്ഞ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ക്വാണ്ടം വാലി ടെക് പാർക്ക് സ്ഥാപിക്കപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് അമരാവതിയിലാണ്. ക്വാണ്ടം വാലി ടെക് പാർക്ക് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? അമരാവതി. അമരാവതി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാണ് ഏത്? അമരാവതി അല്ലെ. ഹൈദരാബാദ് എന്ന് പറയുന്നത് തെലങ്കാനയുടെ തലസ്ഥാനമാണ്. അമരാവതി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് അമരാവതിയിലാണ്. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെന്റർ പാർക്ക്, നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്റർ പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ഡാറ്റാ സെന്റർ പാർക്ക് AI ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡില് റായ്പൂരിലാണ്. ഛത്തീസ്ഗഡിൽ എവിടെയാണ്? റായ്പൂരിലാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം രാജ്യത്ത് ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്, വിശാഖപട്ടണത്താണ്. ക്വാണ്ടം വാലി ടെക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് അമരാവതിയിലാണ്. അമരാവതി എവിടെയാണ്? അമരാവതി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് റായ്പൂരിലാണ്, ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് വരാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിഗാച്ചി ഫാർമ ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് സിഗാച്ചി ഫാർമ. എങ്ങനെയാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്? ഈ പറഞ്ഞ സിഗാച്ചി ഫാർമ കമ്പനിയിൽ ഈ അടുത്ത കാലത്ത് തീപിടുത്തവും ഉഗ്രസ്ഫോടനവും ഒക്കെ നടന്നു. അതിൻ്റെ ഫലമായിട്ട് 10-40 പേര് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ വാർത്തകളിൽ വന്ന ഈ പറഞ്ഞൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഏത്? സിഗാച്ചി ഫാർമ.
അപ്പോൾ അടുത്ത കാലത്ത് തീപിടുത്തവും അതുപോലെ തന്നെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായ 40 പേരുടെ മരണത്തിന് കാരണമായ സിഗാച്ചി ഫാർമ എന്ന് പറയുന്ന കമ്പനി ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയിലാണ്. ഏത് സംസ്ഥാനത്താണ് സിഗാച്ചി ഫാർമ? തെലങ്കാനയിലാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, ചോദ്യ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ടുള്ള, ലോകത്ത് തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു രക്തഗ്രൂപ്പ് കണ്ടെത്തി. ആ രക്തഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന പേരാണ് ക്രിബ്. ആ രക്തഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഏത്? ക്രിബ്. കർണാടകയിൽ കോളാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്ത്രീ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖവുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നു. അവരുടെ ഈ പറഞ്ഞ സർജറിയൊക്കെ തീരുമാനിച്ചു. അവരുടെ രക്തം പരിശോധിക്കുന്ന സമയത്ത് അവരുടെ രക്തം മറ്റൊരാളുടെ രക്തവുമായിട്ടും എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല. എല്ലാ രക്തഗ്രൂപ്പുകളും പരിശോധിച്ച് നോക്കി, ഒരു രക്തഗ്രൂപ്പുമായിട്ടും അതെന്ത് ചെയ്യുന്നില്ല, മാച്ച് ആവുന്നില്ല. അവരുടെ കുടുംബത്തിലുള്ളവരുടെ രക്തവുമായിട്ട് പോലും മാച്ച് ആവുന്നില്ല. അങ്ങനെ ഈ പറഞ്ഞ തുടർ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇത് ലോകത്ത് വളരെ അപൂർവമായിട്ടുള്ള രക്തഗ്രൂപ്പാണ്. ആ രക്തഗ്രൂപ്പിന് അവരൊരു പേരിട്ടോ ക്രിബ് രക്തഗ്രൂപ്പ്. അപ്പോൾ 2025 ഏറ്റവും റെയർ ആയിട്ടുള്ള ഒരു രക്തഗ്രൂപ്പ് ഇന്ത്യയിൽ കണ്ടെത്തി. അത് എവിടെയാണ് കണ്ടെത്തിയത്, എവിടെയുള്ള ആളിലാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ കർണാടകയിൽ കോളാറിലുള്ള ഒരു സ്ത്രീയിലാണ് കണ്ടെത്തിയത്. അത് ക്രിബ് രക്തഗ്രൂപ്പ്. ശരി, കർണാടകയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ബന്ദിപ്പൂർ ദേശീയ പാർക്ക്. ബന്ദിപ്പൂർ അല്ലെ, കടുവകൾക്ക് പ്രസിദ്ധമായുള്ള ദേശീയ പാർക്കാണ് ബന്ദിപ്പൂർ ദേശീയ പാർക്ക്. എന്താണ് ബന്ദിപ്പൂർ ദേശീയ പാർക്കിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ എന്തിനാണ് ഇപ്പോൾ ബന്ദിപ്പൂർ ദേശീയ പാർക്കിനെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജിം കോർബറ്റ് എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പാർക്കായിട്ടുള്ള പണ്ട് ഹെയ്ലി നാഷണൽ പാർക്ക് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജിം കോർബറ്റിലാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് അല്ലെ. ആ ദേശീയ പാർക്കിലാണ് കടുവാ സംരക്ഷണ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയതെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ ബന്ദിപ്പൂർ ദേശീയ പാർക്കിന്റെ കാര്യം പറഞ്ഞ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവാ സാന്ദ്രതയുള്ള ദേശീയ പാർക്ക്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള എന്നല്ല, ഏറ്റവും കൂടുതൽ കടുവകളുള്ള ദേശീയ പാർക്ക് ജിം കോർബറ്റ് ആണ്. പക്ഷേ കടുവാ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ ദേശീയ പാർക്ക് എന്ന് ചോദിച്ചാൽ അത് ബന്ദിപ്പൂർ ദേശീയ പാർക്കാണ്. ആ ബന്ദിപ്പൂർ ദേശീയ പാർക്ക് എവിടെയാണ്? അത് കർണാടകയിലാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. കടുവാ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ ദേശീയ പാർക്ക് എന്ന് ചോദിക്കുമ്പോൾ ജിം കോർബറ്റ് എഴുതി തെറ്റിക്കരുത്, അത് ബന്ദിപ്പൂർ ദേശീയ പാർക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഉറപ്പായിട്ടും വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കനി ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കനി ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം നമുക്കറിയാവുന്ന കാര്യമാണ്. ഏത്? ഇന്ത്യയുടെ മിനറൽ സ്റ്റേറ്റ് ആണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ് അല്ലെ. അവിടെ ഒരുപാട് ഖനികളുണ്ട്. ഖനി എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമി തുറന്ന് ഈ പറഞ്ഞ ഉള്ളിലോട്ട് പോയിട്ടാണ് പലതരത്തിലുള്ള ധാതുക്കളും എന്ത് ചെയ്യുന്നത്, നമ്മൾ കുഴിച്ച് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ആ ഖനികളിലോട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അല്പം സാഹസികമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ പോകാനായിട്ടുള്ള ധൈര്യമൊന്നും ഉണ്ടാവത്തില്ല. എന്തായാലും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കി. അതാണ് കനി ടൂറിസം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് കനി ടൂറിസം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. അതേതാണ്? ജാർഖണ്ഡ്. ശരി, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പാലം ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്നു. ആ പാലത്തിന്റെ പേരാണ് കോമഡി. എന്താണ്? ഗംഭീര പാലം. ഗംഭീര എന്നാണ് ആ പാലത്തിന്റെ പേര്. എന്താണ് കോമഡി എന്ന് ചോദിച്ചാൽ 1985 ഈ പാലം പണിതത്. അറൗണ്ട് 1985. അതായത് പാലം പണിതിട്ട് 40 വർഷമേ ആയുള്ളൂ. പേര് ഗംഭീര എന്നാണ്. പക്ഷെ 40 വർഷമായ ഈ പാലം, 40 വർഷം മാത്രം പ്രായമുള്ള ഈ പാലം, മുല്ലപ്പെരിയാർ എന്നാ പണിതത്, ഇപ്പോഴും അവിടെ നിപ്പുണ്ട് അല്ലെ. അപ്പൊ 40 വർഷം മാത്രം പ്രായമുള്ള ഈ പാലം ഈ അടുത്ത കാലത്ത് തകർന്നു വീണു. 10-20 പേര് കൊല്ലപ്പെടുകയും ചെയ്തു, വാർത്തകളിൽ വന്നു. അപ്പോ ആ പാലം ഗംഭീര എന്ന് പറയുന്ന ആ പാലം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്.
അപ്പോൾ ഈ അടുത്ത കാലത്ത് തകർന്നു വീണ് 10-20 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഗംഭീര പാലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സിഗാച്ചി ഫാർമ എന്ന് പറയുന്ന കമ്പനിയിൽ തീപിടുത്തമുണ്ടായി, 10-40 പേർ കൊല്ലപ്പെട്ടു. അതെവിടെയെന്ന് ചോദിച്ചാൽ അത് തെലങ്കാന. ഗംഭീര പാലം, തകർന്നു വീണ പാലം എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. ഈ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ ഈ പാലത്തിൻ്റെ പേര് നിങ്ങൾ മനസ്സിലെടുത്തിട്ടുണ്ടാവില്ല. ആ പാലത്തിൻ്റെ പേര് ഗംഭീര പാലം എന്നാണ്. അത് പറയുമ്പോൾ ഗുജറാത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഗുജറാത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴത്തെ ഈ പറഞ്ഞൊരു രാഷ്ട്രീയം, അതൊക്കെ വെച്ചിട്ട്, ലോക രാഷ്ട്രീയം, അതൊക്കെ വെച്ചിട്ട് ചില കാര്യം അവിടെ ഉണ്ട്. അവിടെ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണെന്ന് അറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗറിലാണ്. ജാംനഗർ എവിടെയാണ്? ഗുജറാത്തിലാണ്. റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല, റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള ആ എണ്ണ ശുദ്ധീകരണശാല എവിടെയും ചോദിച്ചാൽ ഗുജറാത്തില് ജാംനഗറിലാണ്. എന്തുകൊണ്ടാണ് ഇതിപ്പോ പറഞ്ഞത്? ഈ അടുത്ത കാലത്ത് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ അമേരിക്കയിൽ ചെന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഒന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ആക്രമിക്കാനായിട്ട് പറ്റും. ഇനി ഞങ്ങൾ ആക്രമിക്കുമ്പോൾ ഈ പറഞ്ഞ വ്യാപാര കേന്ദ്രങ്ങളും ആക്രമിക്കും, അതിൽ റിലയൻസിനെ പ്രത്യേകം ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിൽ അവർ നോട്ടമിടുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ജാംനഗർ, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല. അപ്പം അത് എവിടെയാണ്? ജാംനഗർ, ഗുജറാത്ത്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലെ ഡിസ്നി ലാൻഡ് വിനോദസഞ്ചാരത്തിന് പേര് കേട്ട ഒരു ഇടമാണ്, അല്ലെ? ലോകത്ത് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് പേര് കേട്ട ഒരു സ്ഥലമാണ്. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്, ഈ പറഞ്ഞ ഗെയിമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഏതാണ്? ഡിസ്നി ലാൻഡ്. അമേരിക്കയിലെ ഡിസ്നി ലാൻഡ്. അമേരിക്കയിലെ ഡിസ്നി ലാൻഡ് മാതൃകയിൽ ഇന്ത്യയിലെ ഈ പറഞ്ഞ ഒരു തീം പാർക്ക് വരുന്നുണ്ട്. അമേരിക്കയിലെ ഡിസ്നി ലാൻഡ് മാതൃകയിൽ ഒരു ഗംഭീര തീം പാർക്ക് ഇന്ത്യയിലും വരുന്നുണ്ട്. അതെവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? മനേസർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മനേസർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഹരിയാനയിൽ, അല്ലെ? അപ്പോൾ അമേരിക്കയിലെ ഡിസ്നി ലാൻഡ് മാതൃകയിൽ ഇന്ത്യയിലും ഒരു തീം പാർക്ക് വരുന്നു. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിയാനയിലെ മനേസർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് പറയുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരള സർക്കാരും ഇതുപോലൊരു കാര്യം പറഞ്ഞായിരുന്നു. ഡിസ്നി ലാൻഡ് മാതൃകയിൽ കേരളത്തിൽ ഒരു ടൂറിസം കേന്ദ്രത്തെ വികസിപ്പിക്കുമെന്ന് കേരള ഗവൺമെൻറ് പറഞ്ഞിരുന്നു. അത് ആതിരപ്പള്ളി ടൂറിസം കേന്ദ്രമാണ്, അല്ലേ? ആതിരപ്പള്ളി ടൂറിസം കേന്ദ്രത്തിന് ഡിസ്നി ലാൻഡ് മാതൃകയിൽ വികസിപ്പിക്കുമെന്ന് കേരള സർക്കാർ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ഈ പറഞ്ഞ ഡിസ്നി ലാൻഡ് മാതൃകയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീം പാർക്ക് വരാൻ പോകുന്നത് ഹരിയാനയിൽ മനേസർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അമേരിക്കയിലെ ടെന്നീസ് വാലി മാതൃക. അമേരിക്കയുടെ ടെന്നീസ് വാലി മാതൃകയിൽ ഇന്ത്യയിൽ ഒരു നദീതട പദ്ധതിയുണ്ട്, ദാമോദർ പദ്ധതി. കേട്ടിട്ടുണ്ടല്ലോ? അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം. നമുക്കറിയാം, ഇപ്പോൾ ഈ പറഞ്ഞ കേരളം എന്ന് പറയുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമാണ്, അല്ലേ? കേരളം ഇപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അത് ആൾറെഡി പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഈ പറഞ്ഞ ഒരുപാട് പേരിലോട്ടെത്തിയ ഒരു വിവരമാണ്. കുറച്ചു കാലമായിട്ട്, ഒരു വർഷത്തോളമായിട്ട് ഡിജി കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞെന്താണ്? ഡിജിറ്റൽ നാടോടി ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം. നാടോടി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കാതെ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്തും ഈ പറഞ്ഞ കച്ചവടവും നടത്തിയും വരുന്ന ആ നാടോടികളായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലം. അതാണ് ഈ പറഞ്ഞ നാടോടി ഗ്രാമം എന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ അത് യാക്ടൺ ആണ്. ഏതാണ്? യാക്ടൺ. ഈ അടുത്ത കാലത്താണ് അങ്ങനെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ യാക്ടൺ എന്ന് പറയുന്ന ഈ നാടോടി ഗ്രാമം എവിടെയെന്ന് ചോദിച്ചാൽ സിക്കിമിലാണ്. എവിടെയാണ്? സിക്കിം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ യാക്ടൺ, സിക്കിം.
ഇത് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം, ട്രൈബൽ ആദിവാസി വിഭാഗക്കാരുള്ള ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം ഏതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏത് ഗ്രാമമാണ്? കുറ്റിച്ചൽ എന്ന് പറയുന്ന ഗ്രാമമാണ്. കുറ്റിച്ചൽ എവിടെയാണ്? തിരുവനന്തപുരം, അല്ലെ? കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ കുറ്റിച്ചൽ, തിരുവനന്തപുരം. അവിടെയുള്ളവർക്കൊക്കെ GPay, ആമസോൺ പേയും ഒക്കെ അറിയാം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം എന്ന് പറയുന്നത് കുറ്റിച്ചലാണ്, അത് തിരുവനന്തപുരത്താണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ യാക്ടൻ. യാക്ടൻ എവിടെയാണ്? സിക്കിമിലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ അക്കോടെക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അക്കോടെക് പാർക്ക് നിലവിൽ വരുന്നത് ആസാമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അക്കോടെക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ആസാമിലാണ്. എന്താണ് അക്കോടെക് പാർക്ക് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരുപാട് വിവരങ്ങൾ, അതായത് ഈ പറഞ്ഞ മത്സ്യസമ്പത്തുമായി അല്ലെങ്കിൽ മത്സ്യം വളർത്തലുമായി ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു ഈ പറഞ്ഞ കേന്ദ്രം, അതാണ് അക്വാടെക് പാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മത്സ്യം വളർത്തുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആ പാർക്കിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മത്സ്യം വളർത്തലുമായി ബന്ധപ്പെട്ട മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറഞ്ഞ അക്വാടെക് പാർക്ക്, മത്സ്യം വളർത്തലുമായിട്ട് അല്ലെങ്കിൽ മത്സ്യ ഗവേഷണവുമായി ബന്ധപ്പെട്ട് അക്വാടെക് പാർക്ക് സ്ഥാപിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആസാമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് വരുന്നത് എവിടെയാണ്? ആസാമിലാണ്. ശ്രദ്ധിച്ചോണം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ആസാമുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരു സാറ്റലൈറ്റ് നിർമ്മിച്ച സംസ്ഥാനമാണ് ഏത്? ആസാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമായി സാറ്റലൈറ്റ് നിർമ്മിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആസാമാണ്. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രാദേശിക ഭാഷയിൽ AI ന്യൂസ് റീഡറെ അവതരിപ്പിച്ചത്. ആ ന്യൂസ് റീഡർ കൊടുത്തിരുന്ന പേരാണ് അങ്കിത. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രാദേശിക ഭാഷയിൽ ഒരു AI ന്യൂസ് റീഡർ, അവരുടെ പേരാണ് അങ്കിത എന്നാണ് ആ ന്യൂസ് റീഡർക്ക് പേര് കൊടുത്തിരുന്നത്. അവതരിപ്പിച്ച സംസ്ഥാനവും ഏതാണ്? ആസാമാണ്. അപ്പോൾ ആദ്യമായിട്ട് അക്വാടെക് പാർക്ക് നിലവിൽ വരാൻ പോകുന്നത് ഇന്ത്യയിൽ ആസാമിലാണ്. ആദ്യമായിട്ട് ഒരു ഉപഗ്രഹം ഉണ്ടാക്കിയത് ഈ പറഞ്ഞ സംസ്ഥാനം ആസാമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രാദേശിക ഭാഷയിൽ ആദ്യമായിട്ട് ഒരു AI ന്യൂസ് റീഡർ, അങ്കിത എന്ന പേരിൽ AI ന്യൂസ് റീഡറെ അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ആസാമാണ്. അപ്പം അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ജൂലൈയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ദേശീയ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥലമുണ്ട്. ഒരു ശിലാസമുച്ചയമാണ്, അതായത് കുറേ കരിങ്കൽ ഈ പറഞ്ഞ സമുച്ചയമാണ്, കരിങ്കൽ കൊണ്ടുള്ള നിർമ്മിതികളൊക്കെ ഉള്ള ഒരു സമുച്ചയമാണ്. അപ്പോൾ 2025 ജൂലൈയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ദേശീയ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച ലിയാൻപുരി മെൻഹർ ശിലാസമുച്ചയം, ലിയാൻപുരി മെൻഹർ ശിലാസമുച്ചയം വളരെ പ്രാചീനമായിട്ടുള്ള, വളരെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ വളരെ പഴക്കമുള്ള ഈ പറഞ്ഞൊരു ശിലാസമുച്ചയമാണ്. ആ പഴക്കമുള്ള ശിലാസമുച്ചയം, അതിൻ്റെ പേരെന്താണ്? ലിയാൻപുരി മെൻഹർ, അല്ലേ? ലിയാൻപുരി മെൻഹർ. അപ്പോൾ 2025 ജൂലൈയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ എന്താണ് ദേശീയ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച ലിയാൻപുരി മെൻഹർ ശിലാസമുച്ചയം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് മിസോറാമിലാണ്. അതെവിടെയാണ്? മിസോറാമിലാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം, ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഏതൊക്കെ? ചിറാപുഞ്ചിയും മൗസിൻ റാമും, അല്ലേ? അതെവിടെയാണ്? മേഘാലയയിലാണ്. അതെവിടെയാണ്? മേഘാലയ. അപ്പൊ ആ മേഘാലയയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത്.
മേഘാലയയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മൗസിൻ റാം. എവിടെയാണ്? മൗസിൻ റാം. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മൗസിൻ റാം. മൗസിൻ റാം എവിടെയാണ്? അത് മേഘാലയ. മൗസിൻ റാം മേഘാലയ. ശ്രദ്ധിച്ചു വെക്കണം, ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതുപോലൊരു ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഖനി ടൂറിസം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. അത് ജാർഖണ്ഡ് ആണ്. ഏതാണ്? ജാർഖണ്ഡ് ആണ്. വേറൊരു കാര്യം കൂടി പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഖനി എവിടെയെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലാണ്. കോർബ. ഏതാണ്? കോർബ. ലിഥിയം എന്ന് പറയുന്ന ലോഹത്തിന്റെ പ്രാധാന്യം അറിയാമല്ലോ. മൊബൈൽ ഫോണിന്റെ ബാറ്ററികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ലിഥിയം അയോൺ കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഖനി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലാണ്, കോർബയിലാണ്. ഖനി ടൂറിസം ഇപ്പോൾ നിലവിൽ വരുന്നത് ജാർഖണ്ഡിലാണ്. ഈ അടുത്ത കാലത്ത്, ഒരു കൊല്ലത്തിനൊക്കെ മുമ്പേ ആണ്, അടുത്ത കാലത്ത് വൻതോതിൽ ലിഥിയം നിക്ഷേപം ഇന്ത്യയിൽ കണ്ടെത്തിയത് അത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഒരു കൊല്ലത്തിന് മുമ്പ്, ഏതാണ്ട് എത്രത്തോളം ആവും, ഒരു കൊല്ലത്തിന് മുമ്പ് ലിഥിയം നിക്ഷേപം, വൻതോതിലുള്ള ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത്. പക്ഷേ ലിഥിയം ഖനി ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിൽ കോർബയാണ്. ഖനി ടൂറിസം ഇന്ത്യയിൽ ആദ്യം നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ ജാർഖണ്ഡ് ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ദാൽ തടാകം. നിങ്ങൾക്കറിയാം ദാൽ തടാകം എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ദാൽ തടാകം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദാൽ തടാകം എവിടെ? ജമ്മു കാശ്മീർ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സംഭാർ തടാകം. സംഭാർ തടാകം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലാണ്. ചിൽക്ക തടാകം എവിടെയാണ്? അത് ഒഡീഷയിലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട തടാകങ്ങളാണ്. അതിൽ ദാൽ തടാകം എവിടെയാണ്? കാശ്മീരിലാണ്. എന്തിനാണ് ഇപ്പോൾ ദാൽ തടാകത്തിന്റെ കാര്യം പറഞ്ഞത്? ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ദേശീയ കായിക ഈ പറഞ്ഞ ജല കായിക വിനോദം ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ ഇന്ത്യയിൽ സംഘടിപ്പിച്ചു. ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ദേശീയ ജല കായിക വിനോദം അല്ലെങ്കിൽ ജല കായിക മത്സരങ്ങൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ സംഘടിപ്പിച്ചു. അത് സംഘടിപ്പിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? കാശ്മീരിലെ ദാൽ തടാകത്തിലാണ്. കാശ്മീരിലെ ദാൽ തടാകത്തിൽ. അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ജല കായിക മത്സരങ്ങൾ 2025 നടത്തിയത് ഏത് തടാകത്തിലാണ് എന്ന് ചോദിച്ചാൽ ദാൽ തടാകം, ജമ്മു കാശ്മീർ. അല്ലെ? അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഈ അടുത്ത കാലത്ത് പഹൽഗാം തീവ്രവാദി ആക്രമണം ഉണ്ടായല്ലോ. ആ പഹൽഗാം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അല്ലെ? ജമ്മു കാശ്മീരിലാണ്. അവിടെ പഹൽഗാം തീവ്രവാദി ആക്രമണം അതിന് നേതൃത്വം കൊടുത്തത് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന TRF എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. ആ തീവ്രവാദ സംഘടനയിൽ ഈ പറഞ്ഞ ഇതിന് നേതൃത്വം കൊടുത്ത ആ 3 പേരെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം ഒരു ഈ പറഞ്ഞ ദൗത്യം ഏറ്റെടുത്തിരുന്നു. ആ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. അല്ലെ? പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച അവരെ കണ്ടെത്തി ഈ പറഞ്ഞ എന്താണ് പിടികൂടുന്നതിന് അല്ലെങ്കിൽ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം ആവിഷ്കരിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. ആ ഓപ്പറേഷൻ മഹാദേവിലൂടെ ആ 3 ഭീകരരെ ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്യുകയും ചെയ്തു? വധിക്കുകയും ചെയ്തു. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം ഒന്ന്. അതിന് കാരണം എന്താണ്? TRF എന്ന് പറയുന്ന തീവ്രവാദ സംഘടന. അതിലെ ഈ പറഞ്ഞ ഇതിന് കാരണക്കാരായിട്ടുള്ള അവരെ ഈ തീവ്രവാദികളെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ മഹാദേവ്. ഈ പറഞ്ഞ ആ ഓപ്പറേഷനിലൂടെ ആ 3 തീവ്രവാദികളെ വധിക്കുകയും ചെയ്തു. അതേസമയം വേറൊരു ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷൻ ശിവ. ഓപ്പറേഷൻ ശിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കാശ്മീരിൽ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. ഹിന്ദുക്കൾക്ക് വളരെ പുണ്യമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അമർനാഥ് എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം. അപ്പോൾ അത് ശിവന്റെ ഈ പറഞ്ഞൊരു പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടോട്ട് ഈ പറഞ്ഞ ഒരുപാട് തീർത്ഥാടകർ പോകും. അപ്പോൾ ഈ തീർത്ഥാടകരെ തീവ്രവാദികളിൽ നിന്ന് സംരക്ഷിക്കുക അല്ലെങ്കിൽ സമാധാനപരമായിട്ട് ആ തീർത്ഥാടനം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ശിവ. അപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് എന്ത്, ഓപ്പറേഷൻ ശിവ എന്ത്, അപ്പോൾ അതൊന്ന് തിരിച്ചറിഞ്ഞ് വയ്ക്കണം. അപ്പോൾ അമർനാഥ് തീർത്ഥാടനം
എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ്. അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റും, പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ, അടുത്ത കാലം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജൂലൈയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ 2025 ജൂലൈയിൽ ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ അത് നടന്നത് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലാണ്. ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ അല്ലെ. ആസ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്ട്രോ എന്ന് പറഞ്ഞാൽ ജ്യോതിർഗോളങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ നിങ്ങൾക്കറിയാം ലഡാക്കിലാണ് ഈ പറഞ്ഞ ഒരു ദൂരദർശിനി ഉള്ളത്. ഹാൻലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദൂരദർശിനി ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥാപിക്കപ്പെട്ടുള്ള ദൂരദർശിനിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയും ഹാൻലെയിലുള്ള ദൂരദർശിനിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ ക്ലാസ്സുകൾക്കകത്ത് അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ഹാൻലെയിലാണ് അല്ലെങ്കിൽ ലഡാക്കിലാണ് എന്ത് നടന്നത്? ഈ പറഞ്ഞ 2025 ജൂലൈയിൽ ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ നടന്നത്. എവിടെയാണ്? ലഡാക്ക്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി അവിടെ ഓർത്ത് വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. 2025 ജൂലൈയിൽ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാൽ കവീന്ദർ ഗുപ്ത എന്ന് പറയുന്ന ആളെയാണ്. 2025 ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ കവീന്ദർ ഗുപ്ത. അതേസമയം ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് മനോജ് സിൻഹയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറാണ് കവീന്ദർ ഗുപ്ത. ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറാണ്. ഇത് രണ്ടും കേന്ദ്രഭരണ പ്രദേശമാണല്ലോ. അപ്പോൾ അവിടെ ഗവർണർ അല്ല ഉള്ളത്, ലഫ്റ്റനന്റ് ഗവർണറാണ് അല്ലേ. അപ്പോൾ കാശ്മീരിലെ ഇപ്പോഴത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ മനോജ് സിൻഹ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിച്ചത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ജൂലൈ മാസത്തിലെ പോയിന്റുകളാണ്, കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് പൂർണ്ണമായിട്ടില്ല, ഇതിലൊരു കാര്യം പോലും കളയാനില്ല എന്ന് കൂട്ടുകാർക്ക് അറിയാം. അത് പഠിച്ചു വരുന്ന ഒരാൾക്ക് ഇതിൽ ഒരൊറ്റ പോയിന്റ് പോലും കളയാനില്ല എന്നുള്ളത് അറിയാം. പക്ഷേ എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. എങ്കിലും എല്ലാ കാര്യങ്ങളും ക്ലാസ്സിനകത്ത് പറയുന്നതിനകത്ത് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് നോട്ട് കൊണ്ടും ആ നോട്ടിനകത്തുള്ള എക്സ്പ്ലനേഷൻ കൊണ്ടും നമ്മൾ പരിഹരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു ഊർജം ഞങ്ങൾക്ക് ലഭിക്കൂ എന്നുകൂടി അറിയിക്കുകയാണ്. എന്തായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.